നമസ്കാരം. എം.ടി. വാസുദേവൻ നായരുടെ പരാമർശത്തിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ പാർട്ടി തിരുത്തും. ഇതാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് എം.വി. ഗോവിന്ദൻ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നതും 2 ദിവസം മുമ്പ് എം.വി. ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രമുഖന്മാരായ പലരും പറഞ്ഞതും നമ്മൾ ഓർമ്മിക്കുന്നത്. ഇത് ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞതല്ല, അതങ്ങനെയല്ല. ഒരു കാരണവശാലും ഞങ്ങളുടെ നേതാവിനെ കുറിച്ചോ പിണറായി വിജയനെ കുറിച്ചോ ഒന്നുമല്ല എം.ടി. പറഞ്ഞത്. എം.ടി. പറഞ്ഞത് അത് മോദിയെക്കുറിച്ചാണ്. അപ്പം ഞങ്ങൾക്ക് എന്ത് ഛേദം, ഞങ്ങൾക്ക് അതിൽ ഒരു ഛേദവുമില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു അതിനകത്ത് തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്നത്. തിരുത്തുന്നത് വലിയ മോശമായ കാര്യമല്ല, അങ്ങനെ വിശ്വസിക്കുന്ന പാർട്ടിയല്ല CPM എന്നൊക്കെയുള്ള വാചകമടിപ്പാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഇത് ഞങ്ങൾക്കുള്ളതേ അല്ല എന്ന് പറയുകയും ഇപ്പോൾ ഇത് ഞങ്ങൾക്കുള്ളതാണെന്ന് സ്വാഭാവികമായിട്ട് ഇൻഡയറക്റ്റായിട്ട് സമ്മതിച്ചുകൊണ്ട് തിരുത്തണമെങ്കിൽ തിരുത്താമെന്ന് പറയുകയും ചെയ്യുന്നു. CPM അതാണ്. CPMൻ്റെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് അതാണ്. സംഗതി കൈവിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് ബോധ്യം കണ്ടാൽ ഉടനെ തന്നെ അവർ പ്ലേറ്റ് മാറിയിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അത് തിരുത്താനുള്ള തിരുത്തും എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 2 ദിവസത്തിനകം ഒരു കാഴ്ച കാണാം. CPMൻ്റെ പ്രമുഖനായ നേതാക്കൾ ആരെങ്കിലും, അത് പ്രാദേശിക നേതാക്കളാകാം, ചിലപ്പോൾ സംസ്ഥാനതല നേതാക്കളാകാം, MDയുടെ വീട്ടിൽ പോയി ചെന്നിരിക്കുന്നതും MDയോട് കുശല പ്രശ്നങ്ങൾ പറയുന്നതും MDയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നാരങ്ങ വെള്ളമോ ചായയോ കുടിച്ചിട്ട് MD അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങൾ MDയെ കണ്ടല്ലോ, MD അങ്ങനെ പറഞ്ഞിട്ടില്ല, അതങ്ങനെ പറഞ്ഞ് ഒന്നും ചെന്നിട്ടില്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ ഇല്ലാതാക്കും. അതാണ് CPM. നിങ്ങൾ നോക്കിക്കോളൂ. ഞാനിത് നിങ്ങൾ പ്രേക്ഷകരോട് പറയുന്നു, 2 ദിവസത്തിനകം MDയെ നേരിട്ട് കണ്ട് ഇവർ ആ ടാക്ടിക്സ് ഉറപ്പിക്കും. അവർ എല്ലാ പ്രശ്നങ്ങളും അവരങ്ങ് പരിഹരിച്ച് ഇല്ലാതാക്കും. പക്ഷേ ഇവർ തിരുത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്ന് തീർച്ചയാണ്. കാരണം CPMന് ഇതുവരെയും അറിയാവുന്നുള്ള നമുക്ക് അറിയാം. തിരുത്തും ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ തിരുത്ത് കുറേ കാലമായിട്ട് ഈ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പ് തന്നെ പാർട്ടി തിരുത്തൽ പ്രക്രിയ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ആ തിരുത്തൽ പ്രക്രിയ തിരുത്തി പേപ്പർ വലിച്ചു കീറും, തിരുത്തും, വീണ്ടും ആ പേപ്പറിൽ തിരുത്തിയ ശരിയാവില്ല, പേപ്പർ വലിച്ചു കീറി ചുരുട്ടുകൂട്ടി മൂലയിലിടും, വീണ്ടും തിരുത്തും, വീണ്ടും ആ പേപ്പർ ശരിയാവില്ല, വീണ്ടും ചുരുട്ടുകൂട്ടി മൂലയിലിടും. ഇങ്ങനെ ഒരു പേപ്പർ മലകൾ തന്നെ, ചുരുട്ടുകൂട്ടി എറിഞ്ഞ പേപ്പർ മലകൾ തന്നെ CPM ഓഫീസുകളിൽ ഉണ്ടാകും. ഇപ്പോഴും അവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തിരുത്തൽ ഒരിടത്തും ഒരു പ്രക്രിയയും പൂർത്തിയായിട്ടില്ല. വീണ്ടും തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണുന്നത്. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ CPMന് കഴിയില്ല. ഒരു പക്ഷേ ജനങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വന്ന് നിന്നുകൊണ്ട് ഒരു പടങ്ങളെ കാണിച്ച്, ഞാൻ പറഞ്ഞില്ല MDയുടെ വീട്ടിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ MDയെ കൊണ്ട്, ചിലപ്പോൾ വേണമെങ്കിൽ M മുകുന്ദനെ വിളിച്ചുകൊണ്ട് MDയുടെ വീട്ടിലേക്ക് പോകും. അതും വേണമെങ്കിൽ സംഭവിച്ചുകൂടായികയില്ല. M മുകുന്ദൻ കൂടെ പോകില്ല എന്ന് വെച്ചാൽ പോകും എന്നതും തീർച്ചയാണ്. അതാണ് ഈ നമ്മുടെ സാഹിത്യകാരന്മാരുടെ ഒരു നിലപാടും അല്ലെങ്കിൽ ഒരു സ്ഥിരതയും ഇല്ലായ്മയും നമ്മൾ കാണുന്നത്. എന്തായാലും ഈ തിരുത്തപ്പെടും എന്ന് പറയുമ്പോൾ അവർ ഇന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു അത് 2003 എഴുതിയ ഒരു ലേഖനമാണ്. അന്ന് AK ആന്റണിയെയാണ് പറഞ്ഞത്, അല്ലാതെ ഞങ്ങളെയല്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ പിന്നെ നിങ്ങൾ എന്തിനു തിരുത്തുന്നു? അപ്പോൾ AK ആന്റണിയെ പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനു തിരുത്താൻ പോകണം? അതല്ല, മോദിയെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തിനു തിരുത്താൻ പോകണം? അപ്പോൾ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യമാവുകയും നിങ്ങളത് പ്രത്യക്ഷമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഉള്ളിൽ അത് അംഗീകരിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ലേ ഈ തിരുത്തും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം കൂടി, എന്തിനാണ് 2023 അദ്ദേഹം EMSനെയും കൂടെയൊക്കെ വച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്? സോവിയറ്റ് യൂണിയൻ, റഷ്യയും പറഞ്ഞുകൊണ്ട്, ചെക്കോവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് അന്ന് 2003 ആന്റണിക്കെതിരെയാണ് പറയണമെങ്കിൽ എന്തിനാണ് ചെക്കോവിനെ കുറിച്ചും അതുപോലെ സോവിയറ്റ് യൂണിയനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്? ഉത്തരമുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപജയത്തിനെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് 20 വർഷം മുമ്പേ പറഞ്ഞത്. അന്നൊന്നും ഇതിനെയൊന്നും വലിയ കാര്യമാക്കിയില്ല, ഇനിയും കാര്യമാക്കില്ല. ഞങ്ങൾ തിരുത്തു എന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രസ്ഥാനം വലിയ പ്രസ്ഥാനമാണ്, തിരുത്തപ്പെടുന്ന പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാൻ, അണികളെയെങ്കിലും ബോധ്യപ്പെടുത്താനുമുള്ള ഒരു തന്ത്രമാണിത്. ഇതുണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയട്ടെ, 2 ദിവസത്തിനകം MDയെ CPM നേതാക്കൾ പോയി കാണുന്നതോ അല്ലെങ്കിൽ MDയെ പ്രത്യേക ഏതെങ്കിലും തരത്തിൽ വിളിച്ച് ആദരിക്കുന്നതോ നമുക്ക് കാണാം.